വിൽപ്പന കരാർ ലംഘിച്ചതിന് DGPയുടെ 10.8 സെന്റ് ജപ്തി ചെയ്യാൻ ഉത്തരവ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരായാണ് കോടതി വിധി. ഭൂമി വിൽക്കാനായി 30 ലക്ഷം രൂപ മുൻകൂർ വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചെന്നായിരുന്നു പരാതി. ഇതിലാണ് കോടതി പോലീസ് മേധാവിക്കും ഭാര്യയ്ക്കുമെതിരായ വിധി പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരമാണ് 10.8 സെന്റ് ജപ്തി ചെയ്തത്. പണം തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഭൂമിക്ക് ബാങ്കിൽ ബാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ ബാധ്യത മറച്ചുവെച്ചാണ് പോലീസ് മേധാവി കരാറിൽ ഏർപ്പെട്ടത്. അതിനാൽ വാങ്ങാൻ ഇരുന്നയാൾ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ 30 ലക്ഷം രൂപ മടക്കി നൽകാൻ DGP തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചതും കോടതിയിൽ നിന്ന് പരാതിക്കാരന് അനുകൂലമായ ഉത്തരവ് വന്നതും. 2023 ജൂൺ 22-നാണ് കരാർ എഴുതിയത്. 3 തവണയായിട്ടാണ് 30 ലക്ഷം രൂപ ദർവേഷ് സാഹിബിന് കൊടുത്തത് എന്നാണ് പരാതിക്കാരനായ ഉമർ ഷെരീഫ് പറഞ്ഞത്. 5 ലക്ഷം രൂപ DGPയുടെ ഓഫീസിൽ വെച്ച് നേരിട്ട് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരാതി നൽകാൻ പോയെങ്കിലും സംസാരിച്ച് പരിഹരിക്കാം എന്നാണ് P. ശശി പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകി ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്ന് മറുപടിയല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചതും അനുകൂല വിധി സമ്പാദിച്ചതും DGPയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്യുവാനായിട്ട് കോടതി ഉത്തരവ് നൽകിയതും. കരാർ പ്രകാരം വാങ്ങിയ തുക, അഡ്വാൻസ് തുക തിരിച്ചു നൽകിയാൽ മാത്രം ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് കോടതി ഉത്തരവിലും പറയുന്നത്. ആദ്യം പരാതിക്കാരന്റെ പ്രതികരണത്തിലേക്ക്. കൊടുത്ത് 4 ദിവസത്തിന് ശേഷം വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വീണ്ടും അതേ അക്കൗണ്ടിൽ തന്നെ 10 ലക്ഷം രൂപയും കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ പണമായിട്ട് ആവശ്യപ്പെട്ടു. ഈ 5 ലക്ഷം രൂപ ക്യാഷ് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ DGPയുടെ ചേംബറിൽ തന്നെയാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ 15 ലക്ഷം രൂപ റിസീവ് ചെയ്തിട്ടുള്ളായിരുന്നു ഫസ്റ്റിൽ. അപ്പോൾ രണ്ടാമത് കൊടുത്ത 10ഉം മൂന്നാമത് കൊടുത്ത 5ഉം ചേർത്ത് 15 ലക്ഷം രൂപ റിസീവ്ഡ് 15 ലാക്സ്, ടോട്ടൽ 30 ലാക്സ് എന്ന് DGP തന്നെ ഒറിജിനൽ എഗ്രിമെന്റിന്റെ പുറകു വശത്ത് പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട്. DGP ദർവേഷ് സാഹിബിനെതിരായിരുന്നു കോടതി ഉത്തരവ് വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്യുകയും ഉണ്ടായി. കരാർ ലംഘിച്ചതിനാണ് ഈ നടപടി. അതുമാത്രമല്ല 30 ലക്ഷം രൂപ ഭൂമിക്ക് അഡ്വാൻസായി വാങ്ങിയിരുന്നു. ഈ അഡ്വാൻസ് തുക തിരിച്ചു നൽകുവാൻ അദ്ദേഹം തയ്യാറായില്ല. അതുമാത്രമല്ല ഈ ഭൂമിക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഈ ബാധ്യത മറച്ചുവെച്ചാണ് കരാറിൽ ഏർപ്പെട്ടത് എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഈ പരാതി കോടതി അംഗീകരിക്കുകയായിരുന്നു. പണം തിരികെ നൽകിയാൽ ഭൂമി തിരിച്ചെടുക്കാം എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, പരാതിക്കാരൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ബാധ്യതയുണ്ടായിരുന്നു ബാങ്കിൽ, എന്നാൽ ഈ കാര്യം DGP മറച്ചുവെക്കുകയായിരുന്നുവെന്ന്. പക്ഷേ പോലീസ് മേധാവി ദർവേഷ് സാഹിബിന്റെ വിശദീകരണം എന്ന് പറയുന്നത് കരാർ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ബാങ്കിൽ ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരാതിക്കാരനോട് പറഞ്ഞിരുന്നു എന്നാണല്ലോ. പക്ഷെ പരാതിക്കാരൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന്. എന്തായാലും ഈ പരാതിക്കാരന് അനുകൂലമായി തന്നെ കോടതി ഉത്തരവ് വന്നതോടെ പോലീസ് മേധാവി തന്നെ ഒരു വഞ്ചന നടത്തി എന്നതിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. മഞ്ജുഷ, വഴുതക്കാട് സ്വദേശിയായ ഉമർ ഷെരീഫാണ് പരാതിക്കാരൻ. അദ്ദേഹം പറയുന്നത് 2023-ൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടു. ആകെ 74 ലക്ഷം രൂപയാണ് ഈ ഭൂമിക്ക് നൽകാനുള്ള തീരുമാനമായി കരാറിൽ ഒപ്പുവെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയെന്ന് പറയുന്നു. കരാർ തയ്യാറാക്കിയപ്പോൾ തന്നെ 15 ലക്ഷം രൂപ ബാങ്കിലൂടെ നൽകി. 4 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ 10 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു. അതും ബാങ്ക് വഴി നൽകി. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ അത് പണമായി തന്നെ വേണമെന്ന് പറഞ്ഞു. DGPയുടെ ഓഫീസിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അത് കൈമാറുകയും ആകെ 30 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റി എന്ന കാര്യം DGP തന്നെ ഈ കരാറിന് പിറകിൽ എഴുതി നൽകുകയും ചെയ്തു, ആ കൈപ്പറ്റി എന്നുള്ള കാര്യം. പക്ഷേ പിന്നീട് തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ ഭൂമിക്ക് മേൽ ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയതെന്ന് ഭൂമി വാങ്ങാനെത്തിയ ആൾ പറയുന്നു, ഉമർ പറയുന്നു. അതിന് ആദ്യം ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്തു, പക്ഷെ അങ്ങനെ അതിൽ കാണിച്ചില്ല. തുടർന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ പണം അയച്ച ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് ഇതേ പൊതുമേഖലാ ബാങ്കിലേക്ക് പോകുന്നത്. അത് പരിശോധിക്കുമ്പോഴാണ് ഈ വസ്തുവിന്മേൽ 26 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് താൻ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചു.
DGP സമ്മതിച്ചതാണ്. പണം തിരികെ നൽകാം, 30 ലക്ഷം രൂപ തിരികെ നൽകാം എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. വക്കീൽ നോട്ടീസ് അയച്ചു. ആ സമയം DGP അല്ല പ്രതികരിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് ഇടപെട്ടത്. ഇതോടുകൂടി ഇത് കോടതി പൂർണ്ണമായും കോടതിയിൽ മാത്രമേ ഈ കേസ് തീരൂ എന്ന കാര്യം താൻ മനസ്സിലാക്കി അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ജപ്തി നടപടി 10.8 സെന്റ് ഭൂമി ജപ്തി ചെയ്തുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂമി ഈ പണം തിരികെ നൽകുമ്പോൾ DGPക്ക് ഭൂമി തിരികെ ലഭിക്കും എന്നതാണ് ഇതിൽ വ്യവസ്ഥയെ വെച്ചത്. ഇക്കാര്യത്തിൽ ഈ പണം തിരിച്ചു നൽകി കരാറിൽ നിന്ന് പിന്മാറുവാനായിട്ട് അവസരമുണ്ടായിരുന്നുവല്ലോ. പക്ഷേ DGP എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല എന്നാണ് ഈ പരാതിക്കാരൻ എന്താണ് പറയുന്നത്? ഇതിൽ പരാതിക്കാരൻ പറയുന്നത് നേരത്തെ തന്നെ DGP സമ്മതിച്ചതാണ്, ഈ പണം നൽകാം എന്ന കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ആ പണം നൽകുന്നതിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ പണം നൽകിയില്ല എന്നതിൽ വ്യക്തതയില്ല എന്നതാണ്. മാത്രവുമല്ല, ഇപ്പോഴത്തെ കോടതി വിധി ഈ ജപ്തി നടപടിയുടെ കണ്ടീഷൻ അതിലൊരു വ്യവസ്ഥയായി പറയുന്നത് തന്നെ പണം DGP തിരികെ നൽകിക്കഴിഞ്ഞാൽ ഈ വസ്തു തിരികെ അദ്ദേഹത്തിന് ലഭിക്കും എന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജപ്തി പോലും നടത്തിയിട്ടുള്ളത്. പക്ഷേ DGP ഈ പണം നൽകിയില്ല, കൈപ്പറ്റിയ 30 ലക്ഷം രൂപ തിരികെ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. മാത്രവുമല്ല, പരാതിക്കാരൻ ഉന്നയിക്കുന്ന മറ്റൊരു ഗുരുതര ആരോപണമുണ്ട്. ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി P. ശശി ഉണ്ടായിരുന്നു. P. ശശിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പരാതി കൈപ്പറ്റിയില്ല, ഇത് സംസാരിച്ച് തീർക്കാം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചതെന്ന് പരാതിക്കാരൻ പറയുന്നു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും അക്കാര്യത്തിലും ഒരു നടപടി ഉണ്ടായില്ല. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്ക് ഈ പരാതി നൽകിയത്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ പരാതി കൈമാറി എന്നൊരു അറിയിപ്പ് തനിക്ക് ലഭിച്ചു. അതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയിലേക്കും കാര്യങ്ങൾ പോയില്ല എന്നുകൂടി പരാതിക്കാരൻ പറയുന്നു. ഈ ജപ്തി നടപടിയുടെ ഭാഗമായി 30 ലക്ഷം രൂപ തിരികെ നൽകിയാൽ ഈ ഭൂമി DGPക്ക് തിരികെ ലഭിക്കും. കോടതി ചിലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 33 ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവായി ഹർജിക്കാരൻ ആ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഏതായിരുന്നാലും സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. DGP ഈ വിശദീകരണം നൽകുന്നെങ്കിൽ കൂടിയും കോടതിക്ക് അത് ബോധ്യമായില്ല. അതുകൊണ്ട് തന്നെയാണ് ജപ്തി നടപടിയിലേക്ക് പോയത്. തന്നിൽ നിന്ന് ഈ ഭൂമി വാങ്ങാനെത്തിയ ആൾ അവിടെ ചുറ്റുമതിൽ കെട്ടിയെന്ന കാര്യം DGP പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ആ വ്യക്തി മറിച്ചു വിൽക്കാൻ, അതായത് ഉമർ ഈ വസ്തു മറിച്ചു വിൽക്കാനുള്ള ശ്രമം നടത്തിയെന്നും DGPയുടെ ഒരു വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മതിൽ കെട്ടിയ കാര്യം ഉമർ സമ്മതിക്കുന്നുണ്ട്. കാരണം താൻ വാങ്ങാൻ പോകുന്ന വസ്തുവാണ്, 30 ലക്ഷം രൂപ കൈമാറിയ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അതിർത്തി തിരിച്ച് വേലി കെട്ടുക അത് തന്റെ ഉത്തരവാദിത്തമാണ്. താൻ വാങ്ങുന്ന ഒരു ഭൂമി മതിൽ കെട്ടി തിരിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ മറിച്ചു വിൽക്കാനുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. കാരണം അതിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും തന്റെ കൈവശമില്ല. ഒറിജിനൽ ഡോക്യുമെന്റ്സ് അതുവരെയും 30 ലക്ഷം കൈമാറുന്നത് വരെയും DGP നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വസ്തു വിൽക്കുക എന്നൊരു കാര്യം തന്നെ മുന്നിലില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു കാര്യം വരുന്നതെന്ന് അറിയില്ല. ഏതായിരുന്നാലും വിനോദ്, ഒരു കാര്യം കൂടി പോലീസ് മേധാവി പറയുന്നുണ്ടല്ലോ, ഈ വസ്തു വിറ്റതിന് ശേഷം ഈ അഡ്വാൻസ് തുക മടക്കി നൽകാം എന്ന് ഈ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചില്ല, അദ്ദേഹം കോടതിയെ സമീപിക്കുകയായിരുന്നു എന്ന്. ഇതിനെക്കുറിച്ച് പരാതിക്കാരൻ എന്താണ് പറയുന്നത്? ആ വിൽപ്പനയെക്കുറിച്ച് പരാതിക്കാരന് കൂടുതൽ വ്യക്തതയില്ല. കാരണം അദ്ദേഹം വാങ്ങാൻ നിന്ന ഒരു ഭൂമിയാണ്. ആ ഭൂമിക്ക് അദ്ദേഹം പണം നൽകുന്നു. 74 ലക്ഷം രൂപ തീരുമാനിച്ചുറപ്പിച്ച വസ്തുവാണ്, മണികണ്ഠേശ്വരത്തുള്ള വസ്തുവാണ്. ആ വസ്തുവിന് പണം നിശ്ചയിക്കുകയും അതിന്റെ ആകെ തുക നിശ്ചയിക്കുകയും 3 ഘട്ടമായി 3 തവണയായി 30 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. അതിൽ 5 ലക്ഷം രൂപ DGPയുടെ പോലീസ് ആസ്ഥാനത്ത് DGPയുടെ മുറിയിലെത്തിയാണ് കൈമാറുന്നത്. അവിടെ വെച്ചാണ് ആകെ 30 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന കാര്യം DGP എഴുതി നൽകുന്നത്. പക്ഷേ പിന്നീട് ഈ ഭൂമിക്ക് മേൽ ബാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കി. 26 ലക്ഷം രൂപയാണ് ബാധ്യത ഉണ്ടായിരുന്നത്. ഇക്കാര്യം DGPയോട് തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് ചോദിച്ചുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ബാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചു. തുടർന്നാണ് വാങ്ങാൻ വന്ന ഉമർ ഇതിൽ നിന്ന് പിന്മാറുന്നത്. താൻ ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് DGP അറിയിച്ചു. പണം നൽകി DGP കൈപ്പറ്റിയ 30 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സമ്മതിക്കുകയും ചെയ്തിരുന്നുവെന്ന് പരാതിക്കാരൻ പറയുന്നു. പക്ഷേ പിന്നീട് ഈ പണം തിരികെ നൽകുന്ന ഒരു നടപടി ഉണ്ടായില്ല. മാത്രമല്ല, ഈ പരാതി നൽകിയതിനു ശേഷം ഏതെങ്കിലും സ്ഥലത്തു നിന്നുള്ള സ്വാധീനമോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ തരത്തിൽ സ്വാധീനമോ പോലീസിന്റെ ഇടപെടലോ തന്നെ ഈ പരാതി നൽകിയതിനു ശേഷം ഈ കോടതി ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മറ്റാരും
ബന്ധപ്പെട്ടിരുന്നില്ല എന്ന കാര്യം ഈ പരാതിക്കാരൻ പറയുന്നുണ്ട്, ഹർജിക്കാരൻ പറയുന്നുണ്ട്. DGP പൊതുവിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, അദ്ദേഹത്തെക്കുറിച്ച് വലിയ അങ്ങനെ ആരോപണങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എഗ്രിമെന്റുകളോ ഡോക്യുമെന്റുകളോ വാങ്ങാതെ തന്നെ ഈ പണം നൽകി കരാറിലേക്ക് പോവുകയായിരുന്നു. അത് DGPയിലുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു എന്നുകൂടി പരാതിക്കാരൻ പറയുന്നു. വിവരങ്ങൾ നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇങ്ങനത്തെ ഒരു വലിയ ചതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വസ്തു വിൽപ്പനയ്ക്കായി അഡ്വാൻസ് നൽകി, പക്ഷേ ആ വസ്തുവിന് ബാധ്യതയുള്ളതായിരുന്നു. ബാങ്കിൽ നിന്ന് ഈ വസ്തു ഈട് നൽകി പണം വാങ്ങിയിരുന്നു. ഇത് മറച്ചുവെച്ചാണ് വിൽപ്പന കരാർ ഉണ്ടാക്കിയത്. ഒടുവിൽ വാങ്ങാൻ ഇരുന്നയാൾ ഇതിൽ നിന്ന് പിന്മാറി, പക്ഷേ അഡ്വാൻസ് തിരികെ കൊടുക്കാൻ DGP തയ്യാറായില്ല. തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് വാങ്ങുകയും ചെയ്തു. DGP ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വാർത്ത